സംസ്ഥാനത്തെ പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രതിസന്ധിയിലാണ്. പലതിലും പഠിക്കാൻ കുട്ടികളില്ല, അല്ലെങ്കിൽ അംഗീകാരമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൽ കുട്ടികളെ കിട്ടാതെ വലയുന്നു. മെഡിക്കൽ കോളേജ് എന്ന പേരുണ്ടെങ്കിലും രോഗികൾ പേരിനു മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരും ജീവനക്കാരും പേരിനു മാത്രം. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പേരിൽ കോഴയിലൂടെ ലക്ഷോപലക്ഷം രൂപയാണ് ഉടമകളുടെ ചാക്കിൽ വന്നു വീഴുന്നത്. വിദേശത്തു നിന്ന് ചാരിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആരോപണമുണ്ട്. സായിപ്പുമാരെ കളിപ്പിച്ചുണ്ടാക്കുന്ന പണം പേരിനു മാത്രം ഒരു അരിക്കിറ്റോ നക്കാപ്പിച്ച പൈസയോ കൊടുത്ത് പടം പിടിച്ച് അമേരിക്കയിൽ അയച്ചു കൊടുത്ത് കോടികൾ വെട്ടിക്കുന്നുവെന്നാണ് പൊതു സംസാരം. ഇന്ത്യ മുഴുവൻ ചാരിറ്റി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്നു. ചെറുപ്പം മുതൽ അഭിനയിക്കുവാനും കളിപ്പിക്കുവാനും പഠിച്ച ഈ മുതലാളി ഒന്നുമില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ബൈബിൾ പഠിക്കാൻ ഇദ്ദേഹം അമേരിക്കയിലെത്തി. കോടീശ്വരനായ മക്കളില്ലാത്ത സായിപ്പും കുടുംബവുമാണ് ഇദ്ദേഹത്തെ അമേരിക്കയിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഇയാൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് വാവിട്ട് കരയുകയാണ്. സായിപ്പ് ചോദിച്ചു, എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? നീ വേഗം ഭക്ഷണം കഴിക്കേ എന്ന് സായിപ്പ് പറഞ്ഞു. അത് കേട്ട ഇയാൾ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. എന്താണ് കാരണമെന്ന് സായിപ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ അനാഥ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു, അവരെ ഓർക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞത്. അയാൾ വീണ്ടും കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കണ്ട സായിപ്പിൻ്റെ മനസ്സലിഞ്ഞു. ഒരു വലിയ ചെക്ക് ബുക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോളർ എഴുതിയെടുത്തോളാൻ. ആ ചെക്ക് ബുക്കുമായി സായിപ്പിനോട് നന്ദി പറഞ്ഞിറങ്ങിയ പാവം മുതലാളി കോടീശ്വരനായിട്ടാണ് നാട്ടിലെത്തിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വയലുകളും പുരയിടങ്ങളും വാങ്ങിക്കൂട്ടി. കേരള കോൺഗ്രസ് നേതാവായ ജോസഫിനെയും കയ്യിലെടുത്തു. പാർട്ടിയിൽ ചേർന്നു. രാഷ്ട്രീയം മറയാക്കി കച്ചവടവും കാശുണ്ടാക്കലും ആരംഭിച്ചു. ഇതെല്ലാം ഒരു പെന്തക്കോസ് പാസ്റ്റർ ലോകത്തോട് വെളിപ്പെടുത്തി. ആറന്മുളയിൽ സ്ഥാപിക്കാനൊരുങ്ങിയ എയർപോർട്ട് പദ്ധതി പൊളിച്ചടുക്കിയത് ഈ മുതലാളിയുടെ കരാള ഹസ്തങ്ങളാണെന്ന് അങ്ങാടിപ്പാട്ട്. അതിനു മുമ്പ് തന്നെ കൈവശമുണ്ടായിരുന്ന പാടങ്ങൾ നികത്തി മറിച്ചുവിറ്റ് കോടികൾ ഉണ്ടാക്കിയെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോരോ പുതിയ തന്ത്രങ്ങളിലൂടെ ആളുകളെ കറക്കിയെടുത്ത് മറ്റുള്ളവരെ വെട്ടിലാക്കി കാര്യം നേടാനുള്ള ഒരു അസാമാന്യ കഴിവാണ് ഈ മുതലാളിക്കുള്ളത്. ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കണം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അവതാളത്തിലായത്. പഠിക്കാനും പഠിപ്പിക്കാനും ചികിത്സിക്കാനും ആരുമില്ലാത്ത അവസ്ഥ. കോടികൾ പൊടി പിടിക്കുന്നത് മാത്രമല്ല, തുരുമ്പെടുക്കുന്നു. ചാരിറ്റിയുടെ പേരിൽ വൻ തട്ടിപ്പുമായി വൻകിട രാജ്യങ്ങളിലുള്ള മിഷണറിമാരെ കൊള്ളയടിക്കുവാനുള്ള പുതിയ തന്ത്രം ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് കൂടെയുള്ളവർ തന്നെ വെളിപ്പെടുത്തുന്നത്. ചാരിറ്റിയുടെ മറവിലുള്ള കൊള്ള സർക്കാർ അന്വേഷിക്കണം.